ഇത് മുട്ടം ശ്രീ പാനേത്ത് ദേവി ക്ഷേത്രം. ആയിരം വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽപ്പെട്ട മുട്ടം എന്ന ഗ്രാമപ്രദേശത്താണ്. അതിമനോഹരമായ പാടശേഖരത്തോട് ചേർന്ന് അതിവിശാലമായ കാവുകൾ നിറഞ്ഞ ഈ ദേവീക്ഷേത്രം അനേകായിരം വിശ്വാസികളുടെ ആത്മീയ കേന്ദ്രമായി മാറിയിരിക്കുന്നു. മറ്റു ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും വിഭിന്നമായി കളമെഴുതിപ്പാട്ട്, തോറ്റംപാട്ട്, കാലമാടൻ കെട്ടി പൂപ്പടവാറൽ ചടങ്ങ്, മഹാതിരുമുടിയും ഭഗവതിയും പേയും ചേർന്നുള്ള കൂട്ടയെഴുന്നള്ളത്ത്, അങ്ങനെ വിശ്വസ്തത കൊണ്ട് ഭക്തമനസ്സുകളിൽ സവിശേഷമായ ഭക്തി നിറയ്ക്കുന്ന തിരുസന്നിധാനമാണ് പാനേത്ത് ഭഗവതിമാരുടേത്. അശരണനും നിരാലംബരുമായ ഭക്തസാന്ദ്രങ്ങൾക്ക് മനമുരുകി തികഞ്ഞ സത്യസന്ധതയോടെ ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് അപേക്ഷിക്കുമ്പോൾ ഉഗ്രദേവീദേവന്മാരുടെ സാന്നിധ്യത്താൽ ഇവിടം കുടികൊള്ളുന്ന ദേവിമാർ വെളുപ്പുറത്തമ്മമാരായി മാറുന്നു. പ്രധാനമായി ശ്രീഭുവനേശ്വരിയും ഉഗ്രസ്വരൂപിണിയായ മഹാകാളിയും കൂടാതെ വേട്ടയ്ക്കൊരു മകനായ ശ്രീ അയ്യപ്പനും, വസൂരിമാല, മൂർത്തി, യക്ഷി, ജലദുർഗ, ഗണപതി, കാലമാടൻ, മറുതയും, പേയും, ബ്രഹ്മരക്ഷസും, യോഗീശ്വരൻ എന്നീ പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. നാഗദൈവങ്ങളുടെ സാന്നിധ്യം വിളിച്ചോതുന്ന വലിയ കാവുകൾ നാഗപ്രീതിയുടെ ദൃഷ്ടാന്തങ്ങളാണ്. ഈ മഹത്തായ ക്ഷേത്രത്തിന്റെ പൈതൃകം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. കൊല്ലവർഷം 185 43ാമത് പള്ളിവാണ പെരുമാളുടെ നിർദ്ദേശപ്രകാരം കായംകുളം രാജാവ് അനുവദിച്ചുത്തരവായി പണികഴിപ്പിച്ചതാണെന്ന് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു. കൂടാതെ പന്തളം കൊട്ടാരത്തിന്റെ സഹായ സഹകരണങ്ങളും ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണഭൂതമായി തീരുന്നു. മഹാതിരുമുടി ദർശനത്തിന് പന്തളം വലിയ തമ്പുരാനും തമ്പുരാട്ടിയും പതിവായി എത്തിച്ചേരുന്നത് ഈ ക്ഷേത്രത്തിന്റെ പെരുമ വിളിച്ചോതുന്നു. ക്ഷേത്രത്തിന്റെ താന്ത്രികാവകാശം മാന്നാർ, കാരാഴ്മ, താഴുമനമഠം, ബ്രഹ്മശ്രീ ലക്ഷ്മണ താന്ത്രികൾക്കാണ്. കാലശേഷം താഴുമനമേടയിൽ ബ്രഹ്മശ്രീ ശിവശർമ്മയും യഥാവിധി താന്ത്രിക കർമ്മങ്ങൾ നടത്തിവരുന്നു. ആചാരാനുഷ്ഠാനങ്ങളിൽ മറ്റു ചില പ്രത്യേകതകൾ കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. തറവാട്ടിലെ സന്തതി പരമ്പരകളിൽ